നമസ്കാരം. എസ് ബിയുടെ എക്സാമിന് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് എക്സാമിന്റെ ഒരു അനാലിസിലേക്ക് പോകാം. ഇന്ന് നടന്ന എക്സാമിന്റെ മെയിൻ ഏതൊക്കെ ടൈപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചു നമുക്ക് പോകാം. ആദ്യം നമുക്ക് മാത്സിലേക്ക് പോകാം. ഓക്കെ, മാത്സിന് ചോദിച്ച പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമുക്ക് ഇന്ന് ഫസ്റ്റ് കിട്ടിയ രാവിലത്തെ ഷിഫ്റ്റ് 1 ചോദിച്ചത് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഇന്ന് 10 മാർക്കാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ബാങ്ക് പോലുള്ള എക്സാമുകൾക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഇന്ന് 10 മാർക്കാണ് ചോദിച്ചത്. അതിൽ 5 മാർക്ക് പൈ ചാർട്ട് ബേസ് ആയിരുന്നു. പൈ ചാർട്ട് പഠിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ടാബുലർ, ഓക്കെ, ടേബിളിന്റെ ബേസ് ചെയ്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻ ചോദിച്ചു. അതുപോലെ തന്നെ നമുക്കിപ്പോൾ എസ് പിയുടെ എക്സാം എഴുതുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം 20 മിനിറ്റ് ആണ് 35 ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഓക്കെ, 20 മിനിറ്റ് കൊണ്ട് നമ്മൾ 35 ക്വസ്റ്റ്യൻ മാത്സും ചെയ്യണം, റീസണിങ്ങും ചെയ്യണം. അതുപോലെ തന്നെ 20 മിനിറ്റ് കൊണ്ട് 30 മാർക്കിന്റെ ഇംഗ്ലീഷ്. ഓക്കെ, ടോട്ടലി പറഞ്ഞാൽ 100 മാർക്ക് 100 ക്വസ്റ്റ്യൻ, ടോട്ടൽ എത്ര മിനിറ്റ്? 60 മിനിറ്റ്, 1 മണിക്കൂർ. ഓക്കെ, ഇപ്പോൾ മാത്സിന്റെ എക്സാം പറയുവാണെങ്കിൽ ടോട്ടലി പറയുകയാണെങ്കിൽ 3 ഷിഫ്റ്റിനെ കൂടെ ടോട്ടലി ഒന്ന് അനലൈസ് ചെയ്ത് പറയുവാണെങ്കിൽ 3 ഷിഫ്റ്റിനും അത്യാവശ്യം ഒരു 25ഓളം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റ് ചോദിച്ച പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ അപ്രോക്സിമേഷനിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഓക്കെ, അപ്രോക്സിമേഷനിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ ഈസി ആയിരുന്നു, 2 ക്വസ്റ്റ്യൻ ഇച്ചിരി കളിപ്പിക്കുന്ന ടൈപ്പായിരുന്നു. അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക്കിൽ നിന്ന് 6 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. സാധാരണ ഒരു മിനിമം ഒരു 4 ക്വസ്റ്റ്യൻ എല്ലാ എസ് പിയുടെ എക്സാമിന് ഒരു 4 ക്വസ്റ്റ്യൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചോദിച്ചതാണ്. ഇന്ന് ഫസ്റ്റ് ഷിഫ്റ്റിന് 6 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. 6 ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിൽ ഒരു 3 ക്വസ്റ്റ്യൻ വളരെ ഈസിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുമായിരുന്നു. 3 ക്വസ്റ്റ്യൻ ഇച്ചിരി ടൈറ്റ് ആയിരുന്നു. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അരിത്തമാറ്റിക് 15 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. വേഡ് ക്വസ്റ്റ്യനിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അതിനകത്ത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ബോട്ട് ആൻഡ് സ്ട്രീം, ഓക്കെ, ഐ ബി പി എസിന്റെ RRBP എക്സാമിന് കൃത്യമായിട്ട് ബോട്ട് ആൻഡ് സ്ട്രീമിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബോട്ട് ആൻഡ് സ്ട്രീമിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു. അതുപോലെ തന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസിന് ചോദിച്ചു, വർക്ക് ആൻഡ് ടൈം ചോദിച്ചു. സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് 2 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. അതുപോലെ തന്നെ അലിഗേഷൻ ടൈപ്പ്, ഓക്കെ, ബാങ്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അലിഗേഷൻ മെത്തേഡ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം മിക്സ് ചെയ്യുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ ടോട്ടൽ 35 ക്വസ്റ്റ്യൻ, അതിനകത്ത് 10 ക്വസ്റ്റ്യനോളം ഡേറ്റ കൊണ്ടുപോയി, 4 ക്വസ്റ്റ്യൻ അരിത്തമാറ്റിക് കൊണ്ടുപോയി, 6 ക്വസ്റ്റ്യൻ ക്വാഡ്രാറ്റിക് കൊണ്ട്. വളരെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ 25ഓളം മാർക്ക് നമുക്ക് എങ്ങനെയായാലും സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, നമുക്ക് ഷിഫ്റ്റ് 2 പോവുകയാണെങ്കിൽ മാത്സിന് ചോദിച്ചത് ബാർ ടൈപ്പ് പ്രോബ്ലം, അതും അവിടെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ 15 മാർക്കിനാണ് ചോദിച്ചത്. നമ്മൾ നോക്കണം, 15 മാർക്കിനാണ് ചോദിച്ചത്. അതിൽ 5 ക്വസ്റ്റ്യൻ ബാർ ടൈപ്പും അതുപോലെ തന്നെ 5 ക്വസ്റ്റ്യൻ ടേബിൾ ബേസ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ കേസ്ലെറ്റ് DA, ഓക്കെ, ഇപ്പം എന്തെങ്കിലും വെച്ചിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു, അല്ലെങ്കിൽ മറ്റു ടൈപ്പ് പ്രോബ്ലംസ് കേസ്ലെറ്റിന് ചോദിക്കലുണ്ട്. 5 ക്വസ്റ്റ്യൻ ചോദിച്ചു. ടോട്ടൽ 15 ക്വസ്റ്റ്യനോളം ഡേറ്റ എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക്, വീണ്ടും ക്വാഡ്രാറ്റിക് ഒരു 5 ക്വസ്റ്റ്യൻ ചോദിച്ചു. അതുപോലെ തന്നെ നമ്പർ സീരീസ്, മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കാൻ, നമ്പർ സീരീസ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് 5 ക്വസ്റ്റ്യൻ ആണ്. അരിത്തമാറ്റിക് ചോദിച്ചത് 10 ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ അരിത്തമാറ്റിക് പറയുകയാണെങ്കിൽ പാർട്ണർഷിപ്പിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു. അതുപോലെ തന്നെ AG നിന്ന് ക്വസ്റ്റ്യൻ വന്നു. അതുപോലെ തന്നെ റെക്ടാംഗിൾ മെൻഷുറേഷൻ 2D നിന്ന് റെക്ടാംഗിൾ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ വളരെ ഈസി നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ടോട്ടലിൽ പറഞ്ഞാൽ ഫസ്റ്റ് ഷിഫ്റ്റ് നമുക്കൊരു 20-25 ക്വസ്റ്റ്യനോളം ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുമായിരുന്നു. ഷിഫ്റ്റ് 2 നോക്കിയാലും നമുക്കൊരു 25 മാർക്കോളം നമുക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യമേ പറഞ്ഞു നമ്മൾ നോക്കേണ്ടത് 20 മിനിറ്റ് കൊണ്ടാണ് നമ്മളത് പഠിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഒരു പ്ലാനും കൃത്യമായിട്ട് പ്രാക്ടീസും നല്ല സ്പീഡും ഇല്ലെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഇത്രയും മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. 20 മാർക്ക് കൊണ്ട് 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കൊരു 25ഓളം ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പോൾ കേസ്ലെറ്റ് DA ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. കേസ്ലെറ്റ് നിന്ന് ചോദിച്ചത് വലിയ ടഫ് ഉള്ളതൊന്നും അല്ലായിരുന്നു, അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷിഫ്റ്റ് 3 പോവുകയാണെങ്കിൽ അവിടെയും 15 മാർക്കിന് DA ചോദിച്ചു. 15 മാർക്കിന് DA ചോദിച്ചു. അതിൽ 5 ക്വസ്റ്റ്യൻ ചോദിച്ചത് പൈ ചാർട്ട് ബേസ് ചെയ്തിട്ടായിരുന്നു. പൈ ചാർട്ടിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുപോലെ തന്നെ 5 ക്വസ്റ്റ്യൻ ടേബിൾ ബേസ് ആയിരുന്നു. 5 ക്വസ്റ്റ്യൻ വീണ്ടും കേസ്ലെറ്റ് കയറുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഷിഫ്റ്റ് 2ഉം ഷിഫ്റ്റ് 3 നോക്കുകയാണെങ്കിൽ 10 ക്വസ്റ്റ്യൻ കേസ്ലെറ്റ് DA ആയിരുന്നു. അപ്പോൾ കേസ്ലെറ്റ് DAയുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, അല്ലാതെ ക്ലാസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് DA. 5 മാർക്ക് ചോദിച്ചു. അവിടെയും ക്വാഡ്രാറ്റിക് 4 ക്വസ്റ്റ്യൻ ചോദിച്ചു. മിസ്സിംഗ് നമ്പർ, ഞാൻ പറഞ്ഞു എല്ലാ ബാങ്ക് എക്സാംസിനും മിസ്സിംഗ് നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്ക് എക്സാമുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് മിസ്സിംഗ് നമ്പർ. അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, അതുപോലെ തന്നെ അപ്രോക്സിമേഷൻ DA കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു 20ഓളം മാർക്ക് ആ ഒരു ഏരിയ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അരിത്തമാറ്റിക് പ്രോബ്ലംസ് 11 പ്രോബ്ലം ചോദിച്ചു. അതിനകത്ത് മെയിനായിട്ട് വന്നത് അരിത്തമാറ്റിക് ചോദിച്ചത് പേഴ്സൻറ്റേജിൽ നിന്ന് മെൻഷുറേഷനിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ വീതമുണ്ടായിരുന്നു. നോക്കണം, മെൻഷുറേഷൻ എന്ന് പറഞ്ഞ ഏരിയ നിങ്ങൾ കവർ ചെയ്യണം. അതിനകത്ത് സാധാരണ ബാങ്ക് എക്സാമിന് ട്രിഗണോമെട്രി ഉള്ള ഏരിയകളിൽ നിന്ന് വളരെ ക്വസ്റ്റ്യൻ വരില്ല. ട്രിഗണോമെട്രി തീരെ വരലില്ല. കൃത്യമായിട്ട് മെൻഷുറേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അരിത്തമാറ്റിക് ഒരു ക്വസ്റ്റ്യൻ മെൻഷുറേഷൻ ആണ്. ടോട്ടൽ പറഞ്ഞാൽ ഇവിടെയും നമുക്കൊരു 20-25 മാർക്കോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾ നോക്കേണ്ട മെയിൻ കാര്യം രാവിലത്തെ ഷിഫ്റ്റിന്
നമ്പർ സീരീസിൽ നിന്ന് നമ്പർ സീരീസ് അല്ലെങ്കിൽ മിസ്സിംഗ് നമ്പറിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചില്ല. ഓക്കെ, സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ടാണ് രണ്ടാമത്തെയും മൂന്നാമത്തെ ഷിഫ്റ്റിൽ 5 മാർക്ക് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് രാവിലത്തെ ഷിഫ്റ്റിന് ചോദിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ഇനി നാളെ എക്സാം ഉണ്ട്, മറ്റന്നാൾ എക്സാം ഉണ്ട്, കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ക്വാഡ്രാറ്റിക്, നമ്പർ സീരീസ്, അതുപോലെ തന്നെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, 4 ടൈപ്പും പഠിക്കണം. ടേബിൾ പഠിക്കണം, ബാർ ടൈപ്പ് പഠിക്കണം, പൈ ചാർട്ട് പഠിക്കണം, ഗ്രാഫ് പഠിക്കണം, അതുപോലെ തന്നെ കേസിൽ DI പഠിക്കണം, കൃത്യമായിട്ട് പഠിക്കണം. ക്വാഡ്രാറ്റിക് നോക്കണം, മിസ്സിംഗ് നമ്പേഴ്സ് പഠിക്കണം, അരിത്തമാറ്റിക് പ്രോഗ്രഷൻസിൽ അരിത്തമാറ്റിക് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ്. ഓക്കെ, എന്ന് വെച്ചാൽ പെർസെൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏജിൻ്റെ പ്രോബ്ലംസ്, ബോട്ട് ആൻഡ് സ്ട്രീം നിങ്ങൾ എല്ലാവരും കവർ ചെയ്യാത്തൊരു ഏരിയയാണ്. ബോട്ട് ആൻഡ് സ്ട്രീം കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം. ടോട്ടലി പറഞ്ഞാൽ 25 മാർക്കോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ലൊരു എക്സാം ആയിരുന്നു കേട്ടോ. നമുക്കും 2019 ഞാൻ കട്ട് ഓഫ് മാർക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. 2019 കട്ട് ഓഫ് മാർക്ക് SBIയുടെ POയുടെ 71 മാർക്കായിരുന്നു. ഓക്കെ, 71 മാർക്കായിരുന്നു. അപ്പോൾ 2018 ആയപ്പോൾ ഏകദേശം 60 റേഞ്ച് ഉള്ളായിരുന്നു, 60-65 റേഞ്ച് ഉള്ളായിരുന്നു കട്ട് ഓഫ് മാർക്ക്. അപ്പം കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് ഏകദേശം ഒരു 75ഓളം മാർക്ക് അല്ലെങ്കിൽ ഒരു 73ഓളം മാർക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. നല്ലൊരു എക്സാം ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് റീസണിലേക്ക് പോവുകയാണെങ്കിൽ പസിൽ തന്നെയാണ്. റീസണിങ്ങിനകത്ത് മെയിൻ ഇമ്പോർട്ടൻസ് പസിൽ തന്നെയാണ്. പസിലിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും കണ്ടത്. ഓക്കെ, അതിനകത്ത് പസിലിനകത്ത് അൺസർട്ടൺ ലീനിയർ പ്രോബ്ലംസ് ചോദിച്ചു, അതുപോലെ തന്നെ മന്ത് ബേസിൽ ചോദിച്ചു, സ്ക്വയർ ചോദിച്ചു. ഞാൻ പറഞ്ഞപ്പോൾ മന്ത് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് IBPSന്റെ കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ കഴിഞ്ഞ POയുടെ RRB POയുടെ എക്സാംസിനും കൃത്യമായിട്ട് മന്ത് ബേസ്ഡിലുള്ള പസിൽസ് ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് നോക്കുക. ഡയറക്ഷൻ സെൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു. സിലോജിസ് ഇതിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഇപ്പോൾ SSCക്ക് പ്രിപ്പയർ ചെയ്താലും സിലോജിസം എന്ന് പറഞ്ഞ ഏരിയ കൃത്യമായിട്ട് കവർ ചെയ്യണം. 4 ക്വസ്റ്റ്യൻ 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. ബ്ലഡ് റിലേഷനിൽ നിന്ന് വളരെ ഈസി ആയിട്ട് 3 ക്വസ്റ്റ്യൻ ചോദിച്ചു. അതുപോലെ തന്നെ മീനിങ് ഫുൾ ചോദിച്ചു. ഓർഡർ ആൻഡ് റാങ്കിങ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് ഒരു 30 ക്വസ്റ്റ്യനോളം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. റീസണിങ്ങിൽ 30 ക്വസ്റ്റ്യനോളം അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. വേറെ ചോദിച്ചത് ഷിഫ്റ്റ് 2ഉം ഷിഫ്റ്റ് 3ഉം എന്ന് പറയുകയാണെങ്കിൽ പിന്നെയും ക്വസ്റ്റ്യൻ വന്നത് ലീനിയർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പസിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ നോർത്ത് സൗത്തിൽ ആൾക്കാരെ പ്ലേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇനിക്വാളിറ്റി വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇനിക്വാളിറ്റി. 4 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഡയറക്ഷൻ സെൻസ് 3 ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൃത്യമായിട്ട് 3 ഷിഫ്റ്റുകൾക്കും കഴിഞ്ഞ എല്ലാ എക്സാമിനും 3 ഷിഫ്റ്റുകൾക്കും കിട്ടിയ ഒരു ഏരിയയാണ് ബ്ലഡ് റിലേഷൻ. അത് കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് ഇംഗ്ലീഷിലേക്ക് പോവുകയാണെങ്കിൽ റീഡിംഗ് കോംപ്രിഹെൻഷനിൽ നിന്ന് 7-8 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. RCന്ന് ഇംഗ്ലീഷിലേക്ക് പോവുകയാണെങ്കിൽ RCന്ന് 7 to 8 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അപ്പോൾ റീഡിംഗ് കൃത്യമായിട്ട് നിങ്ങൾ ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ കൃത്യമായിട്ട് വായിക്കും. അതുപോലെ തന്നെ വൊക്കാബുലറിയും കറണ്ട് അഫെയർ നോക്കിയാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ RCയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ EDMCന്ന് 5 ക്വസ്റ്റ്യൻ ചോദിച്ചു. സ്പോട്ട് എറർ കണ്ടുപിടിക്കാൻ 5 ക്വസ്റ്റ്യൻ ചോദിച്ചു. അതുപോലെ തന്നെ സെന്റൻസ് റീഅറേഞ്ച് ചെയ്യാൻ നമ്മൾ പറഞ്ഞു, സെന്റൻസ് ഒരു അറേഞ്ച്മെന്റ് ഇല്ലാതെ വന്നിട്ട് റീഅറേഞ്ച് ചെയ്യാൻ 5 ക്വസ്റ്റ്യൻ ചോദിച്ചു. അതുപോലെ തന്നെ ക്ലോസ് ടെസ്റ്റ് 5 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇതിന് ക്ലോസ് ടെസ്റ്റ് ചെയ്യാൻ മിനിമം ഒരു 5 മിനിറ്റ് നമുക്ക് സമയം എടുക്കുള്ളൂ. അതുപോലെ തന്നെ സെന്റൻസ് റീഅറേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു 3-4 മിനിറ്റ് കൊണ്ട് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഷിഫ്റ്റ് 2ലോട്ടും ഷിഫ്റ്റ് 3ലോട്ടും ചോദിച്ചാലും സെയിം ടൈപ്പ് തന്നെയാണ്. റീഡിംഗ് കോംപ്രിഹെൻഷനിൽ നിന്ന് 7-8 ക്വസ്റ്റ്യൻ ഉറപ്പാണ് കൃത്യമായിട്ടൊരു പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ അത്യാവശ്യം ഇംഗ്ലീഷിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 25 മാർക്ക് ഏറ്റവും മിനിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. 25 മാർക്ക് ഏറ്റവും മിനിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ 2-3 ഷിഫ്റ്റുകൾക്ക് പാരാജമ്പിളിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു. ഒരു 5 ക്വസ്റ്റ്യനോളം വന്നു. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. ഓവറോൾ പറയുകയാണെങ്കിൽ SBIയുടെ എക്സാം ഭയങ്കര ടഫ് എക്സാം ഒന്നും അല്ലായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കുറച്ച് താഴെ നിന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു മാത്സിന് ചോദിച്ച ഏരിയകൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം മക്കളെ, കൃത്യമായിട്ട് നോക്കണം. ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, അത് ബാർ ടൈപ്പ്, ടേബിൾ, പൈ ചാർട്ട്, കേസിലെ DI. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചു പോകണം. ക്വാഡ്രാറ്റിക് പഠിച്ചു പോകണം. ഞാൻ ഇന്ന് ചോദിച്ചതേ ക്വാഡ്രാറ്റിക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഇന്ന് എക്സാമിന് ചോദിച്ചാൽ ക്വാഡ്രാറ്റിക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്നത്തെ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. ക്വാഡ്രാറ്റിക് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല 2 ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ക്വാഡ്രാറ്റിക് വളരെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, x² - 58x - 120 = 0. ഓക്കെ, അതുപോലെ തന്നെ y² - 35y + 96 = 0. നമുക്കറിയാം ക്വാഡ്രാറ്റിക് ആണെങ്കിൽ ഇപ്പോൾ XY > y ആണോ, X < y ആണോ, > y ആണോ, < y ആണോ, അല്ലെങ്കിൽ റിലേഷൻ cannot be established ആണോ എന്നായിരുന്നു ചോദ്യം. നിങ്ങൾ പഠിക്കുന്ന പിള്ളേരല്ലേ, ബാങ്കിൻ്റെ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ടൈപ്പ് 5 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് നോക്കിയപ്പം ഇതിനകത്ത് എനിക്ക് എക്സിൻ്റെ വാല്യൂ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. ഗുണിക്കുമ്പോൾ 120ഉം കൂട്ടുമ്പോൾ 58. അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു തരാം. ഗുണിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി x - 60 × x + 2. ഞാൻ പറഞ്ഞു സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കും. കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. 60ഉം 20ഉം ഗുണിച്ചാൽ 120ഉം -60ഉം + 2 കൂടെ കൂട്ടിയാൽ -58. എന്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഇത് 0 ആണെന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 60, അതുപോലെ തന്നെ എക്സിൻ്റെ വാല്യൂ -2. ഞാൻ വളരെ ഈസി ആയിട്ട് പഠിപ്പിച്ചതാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞതുള്ള ചോദിച്ച ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ പറഞ്ഞു
y² മൈനസ് 35/+96 സമം 0. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു തരാമോ? 32 ഗുണിക്കുമ്പോൾ 96ഉം കൂട്ടുമ്പോൾ കുറയ്ക്കുമ്പോൾ 34 എന്ന് പറഞ്ഞെങ്കിൽ ഏത് വരണം? 35 പറഞ്ഞെങ്കിൽ 32 അല്ലേ? 33യും 32ഉം 3യും അല്ലേ? 32 × 3. അപ്പോൾ എനിക്ക് മനസ്സിലായി y മൈനസ് 32 y മൈനസ് 3 സമം 0. വൈയുടെ വാല്യൂ 32 അല്ലെങ്കിൽ വൈയുടെ വാല്യൂ 3. രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്തേ. 60 എടുക്കുകയാണെങ്കിൽ 32നേക്കാൾ വലുതാണ്, അങ്ങനെയല്ലേ ചെയ്യണ്ടേ? -2 എടുക്കുവാണെങ്കിൽ 32നേക്കാൾ ചെറുതാണ്, അതെങ്ങനെ ശരിയാവും? വലുതും ചെറുതുമായിട്ട് എക്സ് നിൽക്കില്ല. അപ്പോൾ നമ്മൾ എടുക്കണം ദ റിലേഷൻ cannot be established. ഓക്കെ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? 60 എടുക്കുവാണെങ്കിൽ 3നേക്കാളും വലുതാണ്, 32നേക്കാളും വലുതാണ്. വലുതാണെങ്കിൽ അവൻ വലുതായിരിക്കണം, പക്ഷേ -2 എടുക്കുമ്പോൾ വീണ്ടും എക്സ് എന്തായി മാറി? ഇതിനേക്കാൾ ചെറുതാണ്. അപ്പം പറയണം ദ റിലേഷൻ cannot be established. അപ്പോൾ വളരെ ഈസി ആയിട്ട് മക്കളെ മേടിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, അതുപോലെ തന്നെ നമ്പർ സീരീസ്, അതുപോലെ തന്നെ അപ്രോക്സിമേഷൻ. കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന ഷിഫ്റ്റുകൾക്കുള്ള എക്സാമുകൾ എന്ത് ചെയ്യുക? നാളെയൊക്കെ എക്സാം ഉള്ളവരുണ്ട്, കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഈ ഒരു ഏരിയകൾ എന്ത് ചെയ്യുക? പഠിച്ചിട്ട് പോവുക. താങ്ക് യു.